ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് റെയിൽവേയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം എല്ലാ എക്സാമിനേഷൻ ഇപ്പോൾ 2-3 എക്സാംസ് കഴിഞ്ഞെങ്കിലും ഇനിയും റെയിൽവേയുടെ എക്സാംസ് വരാനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ എക്സാമിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് എന്തിലാണ്? മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എന്നുള്ളൊരു കാര്യം കൃത്യമായി അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് മുന്നേ തന്നെ അതിൻ്റെ പ്രിക്കോഷൻസ് നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുൻകൂട്ടി ചെയ്ത് വെക്കാമെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും റെയിൽവേയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് RRB മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. RRB NTPC എന്ന് കൊടുത്താലും എല്ലാ റെയിൽവേയുടെ എക്സാമിനേഷനും ഏതൊരു റെയിൽവേ എക്സാം എടുത്തു കഴിഞ്ഞാലും അവർ നടത്തുന്ന RRB ആണ് കണ്ടക്ട് ചെയ്യുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ. അവരുടെ റെയിൽവേ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ, മെഡിക്കൽ എക്സാമിനേഷൻ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണ്, ഒരു ഹെൽത്ത് അസസ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി എത്രത്തോളം വെൽബീയിങ് ഉള്ള ആൾക്കാരാണെന്ന് നിങ്ങളെ കൃത്യമായി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫിസിക്കലി ഫിറ്റ് ആണോ, മെൻ്റലി ഹെൽത്തി ആണോ എന്നുള്ളൊരു കാര്യം കൃത്യമായി അവർ അനലൈസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ജോലിക്ക് എടുക്കുകയുള്ളൂ. കാരണം റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സെക്ടറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി കൺട്രോൾ സെക്ടറാണ് റെയിൽവേ എന്ന് പറയുന്നത്. കാരണം ഡീല് ചെയ്യുന്നത് ഒരു എത്രയാണ്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്നത്. പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എംപ്ലോയീസിൻ്റെ വെൽബീയിങ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് റെയിൽവേ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സും റെയിൽവേയുടെ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അതിനനുസരിച്ച് എന്താണ്, സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. എംപ്ലോയീസിൻ്റെയും പാസഞ്ചേഴ്സിൻ്റെയും ഒരു എന്താണ് കൃത്യമായ രീതിയിലുള്ള സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ അത് എന്ത് ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഫോർ ദാറ്റ് ദ ഇന്ത്യൻ റെയിൽവേ ഹാസ് എസ്റ്റാബ്ലിഷ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഓരോ കാറ്റഗറി, ഓരോ എക്സാമിനേഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അവർ എഴുതി പറയുന്നുണ്ട്. A1 ആണോ B1 ആണോ ഏത് കാറ്റഗറി ആണെന്ന് പറയുന്നുണ്ട്. കാരണം A1 തൊട്ട് C2 വരെ നിൽക്കുന്ന കാറ്റഗറൈസേഷൻ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ റെയിൽവേ കൊടുത്തിട്ടുണ്ട്. അതായത് A1, A2, A3, B1, B2, C1, C2 ഈ പറയുന്ന ഇത്രയും കാറ്റഗറീസ്. ഈ കാറ്റഗറീസിൽ പെട്ട കുറേ ജോബുകളാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന റെയിൽവേയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആ ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ആ കാര്യം ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത് വെൻ വിൽ ദ RRB മെഡിക്കൽ ടെസ്റ്റ് ബി കണ്ടക്റ്റഡ് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുക, ലാസ്റ്റ് പ്രൊസീജിയറാണ്. നിങ്ങൾ CBT 1 ഉള്ള എക്സാം ആയിക്കോട്ടെ, CBT 2 ഉള്ള എക്സാമിനേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ടയർ 1 എക്സാം, ടയർ 1 ടയർ 2 എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈവൻ ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പം ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ചെങ്കിൽ പോലും നമ്മുടെ ഭാഗ്യം പിന്നെ ഇരിക്കുന്ന എവിടെയാണ്, ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റിലാണ്. ചെറിയ ഒരു ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മളെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അതിൽ നിന്ന് ഉണ്ടാവുകയാണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ട് തന്നെയാണ് എന്തിനാ കാണേണ്ടത്, മെഡിക്കൽ പ്രൊസീജിയറിനെ കാണേണ്ടതെന്ന് ആലോചിച്ചുകൊള്ളുക. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള ഒരു സംഭവം അല്ല മെഡിക്കൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ റിട്ടൺ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓൺലൈൻ എക്സാമിനേഷൻ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് മാർക്ക് വാങ്ങിക്കാം. പക്ഷേ മെഡിക്കൽ, ഫിസിക്കൽ പോലെയുള്ള ടാസ്ക് ഒക്കെ ഒന്നും നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ്ലി ഉള്ള ഒരു സാധനമല്ല. അത് ഓപ്പോസിറ്റ്ലി ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. പല ഡോക്ടേഴ്സ് ചില സമയത്ത് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുന്നതായിട്ടുള്ളൊരു രീതികളുണ്ട്. കാരണം നല്ല ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ നല്ല ആൾക്കാരാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവർ ആ പ്രോബ്ലത്തിനെ ഡിഫോൾട്ടായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം പാസ്സാവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഒന്നേന്ന് എക്സാം എഴുതേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യ പരീക്ഷണമാണ് മെഡിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കാറ്റഗറൈസേഷൻ അവർ കൊടുത്തിട്ടുള്ളതെല്ലാം നമ്മൾ ഏകദേശം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻ്റ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. വാട്ട് ആർ ദ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ റെയിൽവേ എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് അതിനെ നേരിടാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടുമെന്നുള്ള കാര്യം ആലോചിക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡ് വേരിയസ് ക്രൈറ്റീരിയ, ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷെ അതിനെ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്, ഒന്ന് വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. വിഷൻ ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഏതിനെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ എക്സാമിനേഷൻ. റെയിൽവേ മാത്രമല്ല, ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും
വിഷന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ടോട്ടൽ ഓവറോൾ ഫിറ്റ്നസ്, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, നമുക്ക് ഒരു ഡിഫോൾട്ടും ഇല്ല. നമ്മൾ കൃത്യമായ ഒരു ബോഡി ഷേപ്പും കൃത്യമായ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സുമാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് ഒരുപാട് അപകടങ്ങളോ ഒന്നും പറ്റാത്ത ഒരു നോർമൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളെ പാസ്സാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അവർ കൃത്യമായി നോക്കും. ഓവറോൾ ഹെൽത്ത് അസസ്മെന്റ്സും എടുക്കാറുണ്ട്. എല്ലാ ഹെൽത്ത് അസസ്മെന്റ്സ്, ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഉള്ള എല്ലാ ഹെൽത്ത് അസസ്മെന്റ്സും അവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാം നമ്മൾ ക്വാളിഫൈ ആവുന്നതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. കാരണം ടു ഡിറ്റർമിൻ ഇഫ് കാൻഡിഡേറ്റ്സ് കൻ പെർഫോം ദ ഡ്യൂട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് പോസ്റ്റ്, നിങ്ങൾ ഏത് പോസ്റ്റിലാണോ നിങ്ങൾ സെലക്ട് ആവാൻ പോകുന്നത് ആ പോസ്റ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഹെൽത്ത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുകയാണ്. ഈസ് ദർ എ സ്പെസിഫിക് മെഡിക്കൽ ടെസ്റ്റ് ഫോർ വിഷൻ, വിഷന് വേണ്ടി സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. 5 തരം വിഷൻ ടെസ്റ്റുകളാണ് അവർ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ വിഷൻ പ്രോപ്പർ ആണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് കാണിക്കുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. കാരണം കണ്ണിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആര് കൊടുത്തിട്ടുണ്ട്, റെയിൽവേ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതെന്താണ്, റെയിൽവേ എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ചെക്ക് ശരിക്കും പറഞ്ഞാൽ സെൻസിറ്റീവ് റോളാണ്. ശരിക്കും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, പാസഞ്ചേഴ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ട്രെയിനുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെയൊക്കെ വരുന്ന ഒരു ജോബ് പ്രൊഫൈൽ ആകുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ ആലോചിക്കുക. പിന്നെ ഇവരിവിടെ ചോദിക്കുന്നുണ്ട്, ക്യാൻ കാൻഡിഡേറ്റ്സ് അപ്പീൽ ദ മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ട്സ്. നിങ്ങളിപ്പോൾ മെഡിക്കൽ കണ്ടക്ട് ചെയ്യുന്ന ഓരോ ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു, ആ ഡോക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും ഫോൾട്ട്, നമ്മൾ പോലും അറിയാത്ത ഒരു ഫോൾട്ട് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് ആ ഒരൊറ്റ സമയം കൊണ്ട് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ തരും, അടുത്തൊരു ഇത്ര മാസം കഴിഞ്ഞ് വരെ അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ വന്ന് അതിനെ റീചെക്ക് ചെയ്യാനായിട്ട് പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അവസരം ഉണ്ട്. എങ്കിൽ പോലും എവിടെയെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് വന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ചെയ്യാനുള്ള അവസരം ശരിക്കും ഉണ്ട്. കാൻഡിഡേറ്റ്സ് ക്യാൻ റിക്വസ്റ്റ് എ റീവാലുവേഷൻ ഓർ അപ്പീൽ ദ റിസൾട്ട് ഇഫ് ദേ ബിലീവ് ദർ ഹാസ് ബീൻ ആൻ എറർ. എന്തെങ്കിലും ഒരു എറർ ഉണ്ട്, എനിക്ക് ആ ഒരു അസുഖം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ ഇല്ലായിരുന്നു, ഇവിടെ നോക്കിയപ്പോൾ ആണ് വന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അഗെയിൻസ്റ്റ് എന്ത് കൊടുക്കാം, അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായി വെച്ചാൽ, അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമേ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സ്പോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് അഗെയിൻസ്റ്റ് റിയാക്ട് ചെയ്യാനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് ഈ ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞ് തെളിയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാൻസ് നിങ്ങൾക്ക് ഉള്ളതാണെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. അപ്പോൾ എന്താണ് മെഡിക്കൽ ടെസ്റ്റ് എന്ന് കൃത്യമായി നമുക്ക് നോക്കാം. മെഡിക്കൽ എക്സാം ഫോർ റെയിൽവേസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ 2 രീതിക്കാണ് ഇത് തിരിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്നും രണ്ടാമത്തെ കാറ്റഗറി വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതുമാണ്. അപ്പോൾ ഒന്ന് വിഷന് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഒന്നെന്താണ് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ, നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പ് തുടങ്ങി നിങ്ങളുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ബോഡിയുടെ എല്ലാ രീതിക്കുമുള്ള ചെക്കപ്പ് ആയിരിക്കും എന്ത് വരുന്നത്, അതിനകത്ത് വരുന്നതെന്ന കാര്യം ആലോചിക്കാം. ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം എന്ത് തന്നെയാണ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്, നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം നോക്കി നിങ്ങളുടെ BMI കറക്റ്റ് ആണോ എന്ന് തെളിയിച്ചിട്ട് മാത്രം, നിങ്ങൾ BMI വൈസ് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളുടെ പെർഫെക്റ്റ് ബോഡി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, എടുക്കത്തുള്ളൂ. അണ്ടർ വെയിറ്റ് ആവാൻ പറ്റില്ല, ഓവർ വെയിറ്റ് ആവാൻ പാടില്ല, ഹൈറ്റ് അവർ പറയുന്ന ഒരു കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കണം. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പാസ് ഔട്ട് ആയാൽ മാത്രമേ അടുത്തുള്ള ചെക്കപ്പിനേക്ക് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, വിടത്തുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ ഫിസിക്കലുള്ള സമയമാണെങ്കിൽ ഫിസിക്കലിൻ്റെ കാര്യവും കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ എന്ന് പറയുന്നത്. ഇനി അതിൽ ആദ്യം വരുന്നത് ഫുൾ ബോഡി ചെക്കപ്പാണ്. ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി തൊട്ട് ഇനി താഴെ കാല് വരെയുള്ള കാര്യങ്ങൾ, പാദം വരെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. എല്ലാം അവർ നോക്കും, ഓരോ കാര്യങ്ങളും, ഓരോ അവയവങ്ങളും നമ്മൾ പരിശോധിക്കുന്ന പോലെ തന്നെയാണ്. ഓരോ പാർട്സും അവരെടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഓരോ റിസൾട്ട് ഉണ്ടാക്കുന്നതെന്ന കാര്യമായിരിക്കും. ഓരോ മൈന്യൂട്ട് പ്രോബ്ലംസും അവരെന്ത് ചെയ്യും, എഴുതി വെക്കും. നിങ്ങളുടെ ആ ഒരു പറയുന്ന ഷീറ്റിൽ എന്തെങ്കിലും ഡിഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്. ഈവൻ കണ്ണ്, മൂക്ക്, പല്ല്, അതുപോലെ തന്നെ മൂക്കിലുണ്ടാവുന്ന ബെൻഡ്, ഹിയറിംഗ് സൈറ്റ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അബ്നോർമാലിറ്റീസ്, ബോഡി പ്രൊപ്പോർഷണാലിറ്റിയിലുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന ഒരു മെയിൻ കാര്യമാണെന്ന് പറഞ്ഞാൽ ECG ചെസ്റ്റ് എക്സ്റേ എന്ന് പറയുന്നത്. അതാണ് പിന്നെ എടുക്കുന്ന ഒരു സംഭവം. ഇന്റേണൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിട്ട് അവർ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കും. നിങ്ങളുടെ ഹാർട്ട് റിലേറ്റഡ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് നോക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെസ്റ്റ് എക്സ്റേയും എന്ത് ചെയ്യും, അവർ അതിൻ്റെ ഒപ്പം തന്നെ എടുക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇത് ഫസ്റ്റ്ലി നടക്കുന്ന ഒരു സ്റ്റേജാണ്. ECG
ജി പ്ലസ് ചെസ്റ്റ് എക്സ്റേ എന്ന് പറയുന്നത് ആദ്യം തന്നെ നടക്കുന്നതാണ്. പിന്നെ വരുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരു കുപ്പിയും തന്നു വിട്ടിട്ട് എന്ത് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ്, എന്ത് ചെയ്യും, യൂറിൻ ടെസ്റ്റ് നടത്താൻ പറയും. യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, യൂറിൻ ടെസ്റ്റിൽ എന്തെങ്കിലും എന്താണ് ഈ പറയുന്ന ഷുഗറോ ഡയബറ്റിക്സ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ യൂറിൻ ടെസ്റ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ ഇന്റേണലി നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതെല്ലാം അവർ എന്ത് ചെയ്യും, ഈ ഒരു ടൈം കൊണ്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, അവർ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാറുണ്ട് കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് കമ്പൽസറി ആണ്. ഇത് ഇത്രയൊക്കെ എന്താണ് അവർ കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ്ലി നിങ്ങളുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്യും, അതിൻ്റെ ഫോൾട്ടുകൾ എഴുതും. അത് കഴിഞ്ഞ് ECG പ്ലസ് ചെസ്റ്റ് എക്സ്റേ നടത്താറുണ്ട്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ എന്താണ് ബ്ലഡ് പ്രഷർ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തരും. ഇരുന്നിട്ട് എണീക്കാൻ പറയും, കുറച്ച് ജമ്പ് ചെയ്യാൻ പറയും, അങ്ങനത്തെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നിട്ട് പെട്ടെന്ന് നിങ്ങളുടെ എന്ത് ചെയ്യും, പ്രഷർ നോക്കുന്ന കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആണോ, നിങ്ങളുടെ നോർമലി നിങ്ങൾക്ക് എന്താണ് സ്ട്രെസ് ഉണ്ടോ സ്ട്രെയിൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അവർ കൃത്യമായി ശ്രദ്ധിക്കും. BP കൂടുതലാണോ അങ്ങനത്തെ എന്തുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, ആ ഒരു ടൈമിൽ അവർ അനലൈസ് ചെയ്യും. ഡോക്ടേഴ്സാണ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ നോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന രീതിയിലാണ് ഒരു അയവും കാണിക്കാതെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒരു മെയിൻ ടെസ്റ്റാണ് ജെനിറ്റൽ ഓർഗൻ ടെസ്റ്റൻസ് എന്ന് പറയുന്ന. ജെനിറ്റൽ നമ്മുടെ എന്താണ്, നമ്മുടെ ജെനിറ്റൽ പാർട്സുകളിൽ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പൈൽസ് ടെസ്റ്റ്. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുഴയോ ഉള്ളിനകത്ത് എന്തെങ്കിലും മുഴയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിന്നെ എന്താണ് ഹൈഡ്രോസിയൽ ടെസ്റ്റ്, അത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. ഹൈഡ്രോസിയൽ ടെസ്റ്റ് നിങ്ങളുടെ ടെസ്റ്റിസിൻ്റെ അവിടെ ചെയ്യുന്ന ടെസ്റ്റാണ് ഹൈഡ്രോസിയൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോസിയൽ ടെസ്റ്റ്, പൈൽസിൻ്റെ ടെസ്റ്റ്, ഹെർണിയ ടെസ്റ്റ്, ഇത് ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെക്ലൂഡഡ് ആയിട്ടുള്ള പാർട്സിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫൈനലി അവരൊരു തീരുമാനം എടുക്കുന്നത്. നമുക്കുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോസിയൽ ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കി നിങ്ങൾക്ക് അറിയായിരിക്കും. ഹെർണിയ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും മുഴയൊക്കെ ഉണ്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബോയ്സിൻ്റെ പാർട്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എല്ലാം ഫുൾ ബോഡിയും എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിപ്പോൾ സർജറി മാർക്സ് പോലെയുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ മുന്നേയൊക്കെ എന്തെങ്കിലും ആക്സിഡൻസ് പറ്റി സർജറി മാർക്ക് അതൊന്നും വലിയ വിഷയമായിട്ട് അവർ എടുക്കാറില്ല. പക്ഷേ ഇന്റേണലി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതൊരു ഭാവിയിലൊരു അസുഖമായി മാറും എന്നുള്ള തോന്നുന്നു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ബ്ലഡിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യും. കാരണം അവർ കുറച്ചൊരു സമയം ചില സമയങ്ങളിൽ തരാറുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഓൾട്ടർ ചെയ്തിട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നോർമൽ മൈന്യൂട്ട് കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിച്ച് നോട്ട് ഡൗൺ ചെയ്യുമെങ്കിൽ പോലും അതെന്ത് ചെയ്യും, ചില സമയത്തൊക്കെ അതെന്ത് ചെയ്യും, കൺവീൻസ് ആയി അത് ഓക്കെ ആക്കി മാറ്റാറുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതൊക്കെ ആലോചിക്കുക. സർജറി മാർക്സ് ഒന്നും വലിയ പ്രശ്നമല്ല. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അവരെടുത്ത് പറയുന്നുണ്ട് സർജറി മാർക്സ് ഒരു പ്രോബ്ലം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറേ സമയം ആയതാണെങ്കിൽ അവരൊരു ഇഷ്യൂ ആയിട്ട് എടുക്കാറില്ല. അതിനി ഭാവിയിൽ, അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് ഫ്യൂച്ചറിൽ അതൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു സാധനമാണെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് അവർക്ക് വേണ്ടത് എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വർക്കറിനെയാണ് വേണ്ടത്, ഒരു എംപ്ലോയിയാണ് അവർക്ക് വേണ്ടത്. അപ്പം നാളെ ഒരു കാലത്ത് അവർ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബോഡി വൈസ് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടെന്നറിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുന്നേക്കാളും പിന്നെ ഉണ്ടാവുന്ന പോലെ അല്ലല്ലോ. ആദ്യമേ ഉണ്ടെന്ന് പറഞ്ഞ് സെലക്ട് ആവുന്നതിന് അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ലീവ് പോലുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണ് അങ്ങനത്തെ ചെക്കപ്സ് കൃത്യമായി അവർ ചെയ്യുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ നമ്മളുണ്ട് ഇതിൽ തന്നെ നോസ് ബെൻഡ്, ഡെന്റൽ പോയിന്റ്സും അത്ര ഇഷ്യൂ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പല്ല് വേണം എന്നുണ്ട്. നമ്മുടെ എന്താണ് ഈ അണപ്പല്ലിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, ഈ പല്ല് കമ്പിയിട്ടതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് അവർ പറയുന്നില്ല. പക്ഷേ പല്ലെടുത്തു ഇത്ര ഡെന്റൽ പോയിന്റ്സിൽ താഴെയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇഷ്യൂ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു മിനിമം ഡെന്റൽ പോയിന്റ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷൻ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ റീഡിംഗ് ടെസ്റ്റ് ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഉണ്ട്, ഐസൈറ്റ് ടെസ്റ്റ് ഉണ്ട്. ഇതല്ലാതെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. പക്ഷേ വിഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് റീഡിംഗ് ടെസ്റ്റ് ആണ്. റീഡ് ചെയ്യാൻ പറയും. ഒരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷിലും നിങ്ങളുടെ ഹിന്ദി എന്താണ് റെയിൽവേ എന്ന് പറയുമ്പോൾ ഹിന്ദിയും കൂടെ അവർ മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ചാലും മതി. നിങ്ങൾ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് വായിക്കാൻ പറയും. എല്ലാ ഡയറക്ഷനിലും കുഞ്ഞു കുഞ്ഞു അക്ഷരമാണെങ്കിൽ എങ്ങനെ വെച്ചാലും നമ്മുടെ ലോങ് ഡിസ്റ്റൻസിലും ഷോർട്ട് ഡിസ്റ്റൻസിലും വച്ചിട്ട് വായിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും. അതാണ് റീഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഉണ്ട്, ഐ സൈറ്റ് ടെസ്റ്റ്, നിങ്ങളുടെ ഐൻ്റെ വിഷൻ ടെസ്റ്റുകളെല്ലാം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇനി ബോഡി ടെസ്റ്റിൽ വിഷൻ ടെസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം റെയിൽവേക്ക് വിഷൻ ടെസ്റ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ്ലി നിങ്ങൾ ബോഡി എക്സാമിനേഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട എല്ലാവരും ഔട്ട് ആവുന്ന കുറേ സാധ്യതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫൂട്ടാണ്. നമുക്ക് ഈ പറയുന്ന ഇവിടെ പോലെ കേട്ടോ, ഈ ഒരു ശരിക്കും പറഞ്ഞാൽ തറയിൽ കുത്തുമ്പോൾ നമ്മുടെ ഫുൾ പാദവും നമ്മുടെ തറയിൽ തന്നെ പറ്റുകയാണെങ്കിൽ അതെന്താണ്, ഫ്ലാറ്റ് ഫൂട്ടാണ്. അവരെന്ത് ചെയ്യും, ശരിക്കും പറഞ്ഞാൽ റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവർ റിജക്റ്റ് ചെയ്യും. ഇങ്ങനത്തെ കാലമുള്ളവർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് വേണം, ഒരു ആർക്ക് പോലെ ഒരു സംഭവം വേണം. അതിന് വേണ്ടിയായിട്ട് നിങ്ങളുടെ വെള്ളത്തിൽ തൊടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മഷിയിലോ തൊട്ടിട്ട് കാല് തറയിൽ വെക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത്രയും ഭാഗം എന്തായിരിക്കണം, ഒഴിഞ്ഞു കിടക്കണം. ശരിക്കും ഇത്രയും മാത്രമേ നമ്മുടെ പതിയാവൂ എന്നാണ് പറയുന്നത്. ഇത്രയും ഫുള്ളും പതിയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്പേസ് നമുക്ക് ഉണ്ടാവണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, നോക്നി എന്ന് പറയുന്ന പ്രശ്നമാണ്. നോക്നി എന്ന് പറയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാലിൻ്റെ ഇടയിലുള്ള തൊട്ട് താഴെ കാല് വരെയുള്ള ഡിസ്റ്റൻസിൽ എന്ത് വേണം, ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് തീരെ എന്ത് ചെയ്യാൻ പാടില്ല, ബോ ലെഗ്ഡ് ആവാൻ പാടില്ല, കുറേ സ്പേസ് ഉണ്ടാവാനും പാടില്ല, സ്പേസ് തീരെ ഇല്ലാണ്ടാവാനും പാടില്ല, ഒട്ടി ചേർന്നിരിക്കാനും പാടില്ല. അപ്പോൾ ബോ ലെഗ്ഡ് ആവാനും പാടില്ല, നോക്നി ലെഗും ആവാൻ പാടില്ല. നോർമൽ ഒരു അലൈൻമെൻറ്റ് ഉണ്ടായിരിക്കണം. തൊട്ട് കാല് വരെ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ള ലെഗ് എന്ന് പറയുന്നത്. അവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എടുക്കത്തുള്ളൂ. അല്ലാതെ ബോ ലെഗ് ഒരുപാട് വിടർന്ന ലെഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കൂടി ചേർന്ന് നിൽക്കുന്ന ലെഗ് ആണെങ്കിലും ഇവരെ രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല, അവർ എടുക്കത്തില്ല. അവർ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ക്ലബ്ഡ് ഫിംഗേഴ്സ്. ഈ ഒരു സംഭവത്തിനും അവരെന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജനറ്റൽ പ്രോബ്ലം പോലെയാണ്. ശരിക്കും അതൊന്നും മാറ്റാനൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഈ നോക്നിയും ഫ്ലാറ്റ് ഫൂട്ടൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ ക്ലബ്ഡ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നഖം കൊണ്ടുവന്ന് എന്താണ്, ഇങ്ങനെ ഒരു ബൾജിങ് ഉണ്ട്. ഇതാണ് നോർമൽ ഹാൻഡ്. നമ്മുടെ നോർമൽ ഫിംഗേഴ്സിൽ എങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാൽ നഖം കുറച്ച് ഉള്ളിലോട്ട് ചേർന്ന് അങ്ങനെയാണ് ഇരിക്കുന്നത്, നോർമൽ ഒരു സൈസിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അതേസമയം ക്ലബ്ഡ് ഫിംഗേഴ്സ് ആകുമ്പോൾ എന്താവും, ഈ ഒരു ബൾജിങ് ഉണ്ടായിരിക്കും. നഖത്തിന് ഒരു ബൾജിങ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കുറച്ചൊന്ന് തള്ളിയായിരിക്കും നിൽക്കുന്നത്, ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. ആ ഒരു സംഭവമാണ് ശരിക്കും ക്ലബ്ഡ് ഫിംഗേഴ്സ് എന്ന്. അത് കാലിലും വരാം, കൈയുടെ നഖത്തിലും വരാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇഷ്യൂ ശരിക്കും അവരെന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലബ്ഡ് ഫിംഗേഴ്സ് ഒരു പ്രശ്നമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സംഭവമാണ് പ്രത്യേകിച്ചും ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ആയി പോകുന്ന മെയിൻ കാര്യം. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നോസിൻ്റെ ബെൻഡ് എന്ത് ചെയ്യാറുണ്ട്, അവർ ചെക്ക് ചെയ്യാറുണ്ട്. നോസ് ബെൻഡിങ് ചെക്ക് ചെയ്യാറുണ്ട്, ഹിയറിംഗ് സൈറ്റ് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ എത്രത്തോളം കേൾവി ശക്തി ഉള്ളവരാണെന്ന് ഒരു ട്യൂണിംഗ് ഫോർക്കിൽ അടിച്ചിട്ട് സൗണ്ട് കേൾപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എവിടെ എത്ര ദൂരെയാണെന്നൊക്കെ ഉള്ളൊരു കാര്യം, ഏത് സൈഡിലാണെന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പോൾ ഹിയറിംഗ് നോക്കാറുണ്ട്, മൂക്കിൻ്റെ ഇത് നോക്കാറുണ്ട്, മൂക്കിൻ്റെ ബെൻഡിങ് എന്തെങ്കിലും വളവോ എന്തെങ്കിലും ഉണ്ടെന്ന്. നോർമലി എല്ലാ മനുഷ്യർക്കും ഒരു മൂക്കിനൊരു ബെൻഡിങ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതല്ലാണ്ട് എന്തെങ്കിലും ബെൻഡിങ് ഉണ്ടോ എന്ന് അവരെന്ത് ചെയ്യും, മറ്റേ ഇൻസ്ട്രുമെൻ്റ് ഇട്ടിട്ട് അങ്ങനെ എടുത്ത് നോക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മുടെ മൂക്കിന് ശ്വാസം പിടിച്ച് വിടാനൊക്കെ പറയും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ശ്വാസത്തിൻ്റെ അളവ് ഇത്രയും ബെൻഡിങ് ഉള്ളവർക്ക് ഇത്ര ലിമിറ്റഡ് ആയിട്ടേ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നോസിൻ്റെ ബെൻഡിങ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ്, അബ്നോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ഷേപ്പ് ഒരു സൈഡ് മാത്രം കോണിയിരിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യും. നോർമൽ നമ്മുടെ ഫേസ് നോർമലി ഇരിക്കുന്നെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഡെൻ്റൽ പോയിന്റ്സും അതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. ബ്ലീഡിങ്, ഗമ്മിനൊക്കെ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ മാനേജ് ചെയ്ത് നമുക്ക് ഓക്കെ ആണ്. ഓക്കെ. പിന്നെ ഈ ക്ലബ്ഡ് ഫിംഗേഴ്സ് ഒക്കെ ഉള്ളവർ ഒന്നീ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കൊണ്ട് കാണിച്ചിട്ട് ഇത് ക്ലബ്ഡ് ഫിംഗേഴ്സ് അല്ല എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, ഓൾറെഡി പ്രൂവൺ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഇഷ്യൂ വന്ന് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് അത്രയും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വരേണ്ടത് വിഷൻ ടെസ്റ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. വിഷൻ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു റെയിൽവേയിലാകുമ്പോൾ പ്രത്യേക രീതിയിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. A1, A2, A3, B1, B2, C1, C2 എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഇതിൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഫുൾ ബോഡി ചെക്കപ്പിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എല്ലാത്തിലും പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത് നോക്കേണ്ട കാര്യം
കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ ടെസ്റ്റ് ആണ്. A1 എന്ന് പറയുന്നത് ലോക്കോ പൈലറ്റ് പോലെയുള്ള ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ എക്സലൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ട്രെയിനിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സേഫ്റ്റി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം, എത്രത്തോളം വിഷൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6x6 വിഷൻ തന്നെ വേണം. അപ്പോൾ A1 ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലാസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിഫൈഡ് അല്ല. നമ്മൾ നോർമലി റീഡിങ് ക്ലാസ്സസ് വെക്കുന്നവർ അല്ലെങ്കിൽ ഐസൈറ്റിന് ക്ലാസ്സസ് വെക്കുന്നവരാണെങ്കിൽ അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒന്നും എന്ത് വേണം, 6x6 വിഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ ആണ്, നിങ്ങൾ എന്തായാലും ജോയിൻ ആവും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് A1നും A2 എന്ന് പറയുന്ന കാറ്റഗറിക്കും എന്താണ്, വിത്തൗട്ട് ഗ്ലാസസ് ആണെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇതിന് രണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണാടി വെച്ച് നോക്കാനായിട്ട് പറ്റത്തില്ല. A1ഉം A2 കാറ്റഗറിയിലുള്ള എല്ലാ റെയിൽവേയുടെ ജോലികൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ണാടി ഒരു ലിമിറ്റേഷനാണ്, കണ്ണാടി വെക്കാൻ പാടില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പക്ഷെ ബാക്കിയുള്ള എല്ലാത്തിനും A3 തൊട്ട് C2 വരെയുള്ള ഇതിന് എന്ത് വേണം, വിത്ത് അല്ലെങ്കിൽ വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഗ്ലാസ് വച്ചും ചെക്ക് ചെയ്യാം, ഗ്ലാസ് ഇല്ലാതെയും ചെക്ക് ചെയ്യാം. പക്ഷെ റീഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്നെൽസ് ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാർട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഐസൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ പോയിട്ടുള്ളവരായിരിക്കും. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണാടി വാങ്ങിക്കണം എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ലെറ്റർ പാഡ് അവിടെ വച്ചിരിക്കും. ആ ലെറ്റർ പാഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഡിസ്റ്റൻസിൽ ഇരുന്ന് വായിച്ച് നോക്കണം. ആ വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, 6x6 വിഷനാണ് A1 കാൻഡിഡേറ്റ്സിന് വേണ്ടത്. A2നാണെങ്കിൽ 6x9 വിഷനാണ് വേണ്ടത്. A3ക്കാണെങ്കിൽ 6x9 ആണ് വേണ്ടത്. 6x9 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ട് കണ്ണിലും എന്ത് വേണം, 6x9 വേണം. ചിലർക്ക് എന്ത് ചെയ്യും, ഒരു കണ്ണിൽ 6x9 കാണും, ഒരു കണ്ണിൽ 6x11 ആയിരിക്കും. പക്ഷെ അതെന്താണ്, ഡിഫോൾട്ടാണ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ കുറേ കണ്ടീഷനുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ വിഷൻ ടെസ്റ്റ് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. കണ്ണെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നവരാണ്, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതുപോലെ ക്ലാസ്സസ് കണ്ട് പഠിക്കുന്നവരായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ റീഡിങ് ഗ്ലാസ് വാങ്ങിച്ച് വെക്കുക കേട്ടോ. നിങ്ങളുടെ അൾട്രാ വയലറ്റ് റേസ് ഒക്കെ അടുത്ത് നിങ്ങളുടെ കണ്ണ് പോകാണ്ടിരിക്കാൻ വേണ്ടി ബ്ലൂറേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഓക്കെ ആക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും കണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ണിൻ്റെ കാര്യം അത്ര ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത B1 കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എന്താണ്, 6x9 6x12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ശരിക്കും അവിടെ എന്താണ് ഈ പറയുന്ന പോലെയാണ്, 6x9 6x12 ആണ് അവരെന്ത് ചെയ്യുന്നത്, ലോങ് വിഷൻ പറയുന്നത്, ഡിസ്റ്റൻസ് വിഷൻ പറയുന്നത്. നിയർ വിഷൻ എപ്പോഴും 0.6 എന്നുള്ള രീതിയിലാണ് കേട്ടോ, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ B2 കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 6x9 6x12, B1നും B2നും 6x9 6x12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് തന്നെയാണ്. C1ന് 6x12, C2നും 6x12 എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതൊക്കെ ഓക്കെയാണ്. ഒരു കണ്ണിൽ 6x9 ഒരു കണ്ണിൽ 6x12 ആയാലും B1 കാറ്റഗറിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ആയിട്ട് അവർ ഡീൽ ചെയ്ത് വിടും. ഈവൻ C1 കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 6x12 ഒരു കണ്ണിലും 6x18 വേറൊരു കണ്ണിലുണ്ടെങ്കിലും അവർ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ എന്താണ്, നമുക്ക് സേഫ്റ്റി ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇരുന്ന് ചെയ്യുന്ന ക്ലറിക്കൽ ജോലികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ജോബെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇങ്ങനെ ഒരു കാറ്റഗറി കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക, 10ാം ക്ലാസ് യോഗ്യതയിലുള്ള ഒരു എക്സാമിനേഷനാണ് ഗ്രൂപ്പ് ഡി വരുന്നത്. ഇപ്പോൾ ഈവൻ എല്ലാ എക്സാമിനേഷൻ പറഞ്ഞാലും 10ാം ക്ലാസ് യോഗ്യതയിലൊരു എക്സാമിനേഷൻ, ഇത്രയും ഒറ്റ ടയറുള്ള എക്സാമിനേഷൻ വരുമ്പോൾ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി എപ്പോഴാണ് ഇനി ഗ്രൂപ്പ് ഡി വിളിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ റെയിൽവേയുടെ ഏതൊരു എക്സാം വിളിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ കിട്ടിയ എക്സാംസുകൾ കൃത്യമായ രീതിയിൽ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്സാവാനാണ് ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വീട്ടിൽ നിന്ന് പഠിച്ച് റെയിൽവേയിൽ RRB ഗ്രൂപ്പ് ഡി നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 rupees ആണ്. ആ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ആവാൻ പറ്റുന്നതാണ്. ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഗൈഡൻസിൽ കൃത്യമായ രീതി, ഇനിയും ടൈമുണ്ട്, ഗ്രൂപ്പ് ഡിക്ക് നല്ല ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ച് കയറാനുള്ളൊരു അവസരമാണ്. ആ അവസരം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയായിട്ട് ദിശയുടെ ഓൺലൈൻ ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ആവാവുന്നതാണ്. അതിന് വേണ്ടിയായിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വിളിച്ച്
ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി എന്ന് പറഞ്ഞ ഒരു സ്വപ്നമാണെങ്കിൽ ഉറപ്പായിട്ടും RRB ഗ്രൂപ്പ് ഡി വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി നേടാവുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം, കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കണം, കോമ്പറ്റീഷൻ അറിഞ്ഞ് പഠിക്കണം എന്നാണ്. ഒരു കൃത്യമായ രീതിയിൽ ഒരു ഫോളോ പ്ലാനോടെ നിങ്ങൾക്ക് പഠിക്കണം, ഒരിടത്ത് വന്ന് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിശ അക്കാഡമി ഇപ്പോൾ റെയിൽവേയുടെ തന്നെ ഗ്രൂപ്പ് ഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. അതായത് നമുക്ക് 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്: തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, അതുപോലെ തന്നെ കാലിക്കറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ ജോയിൻ ചെയ്യാൻ ഏറ്റവും അടുത്തെന്ന് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡിയുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി 3 തൊട്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ആവാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് ആണ് നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ആവണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ആവാം. ഫെബ്രുവരി 3-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചിന്തിച്ച് ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യാം, ഭാവി സെറ്റിൽ ചെയ്യാനുള്ള ഒരു സമയമാണ്. അത് സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വിഷൻ ടെസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വിഷൻ ടെസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിഷൻ ടെസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സ്നെൽസ് ചാർട്ട്. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. സ്നെൽസിൻ്റെ ചാർട്ട് വെച്ചിട്ടുള്ള ഈ ചാർട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഇരിക്കുന്നത്. അതായത് നിങ്ങളുടെ 6/9 ആണോ 6/12 ആണോ 6/18 ആണോ എന്ന് തെളിയിക്കുന്നത് നിങ്ങളുടെ ടെസ്റ്റാണ്. ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ചാർട്ട്. നിങ്ങൾ ഒരു സ്ഥലത്തിരുത്തിക്കും, നിങ്ങളുടെ 2 കൈ, ഒരു കണ്ണ് മറച്ചു വെച്ചിട്ട് ഒരു കണ്ണിൻ്റെ പവറിൽ ഇത് വായിക്കാൻ പറയും, അടുത്ത കണ്ണ് മറച്ചു വെച്ചിട്ട് അടുത്ത കണ്ണിൻ്റെ പവറിൽ ഇത് വായിക്കാൻ പറയും. അപ്പം നിങ്ങളുടെ ഏതുവരെ വായിച്ചാൽ, നിങ്ങൾ ഇതുവരെ വായിച്ചാൽ നിങ്ങൾ A1 വരെ പാസ്സായി. നിങ്ങൾ ഇതുവരെ വായിച്ചാൽ 6/9 വരെ വായിച്ചാൽ നിങ്ങൾ A2 കാറ്റഗറി പാസ്സായി. 6/6 ആണെങ്കിൽ A1ഉം 6/9 ആണെങ്കിൽ A2. ഓക്കെ, A2 B1 പോലെയുള്ള പല കാര്യങ്ങളും. അല്ലെങ്കിൽ 6/12 വരെ, ഇതുവരെയെങ്കിലും നിങ്ങൾ വായിക്കാൻ പറ്റിയിരിക്കണം. അതാണ് നിങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. വിത്തൗട്ട് ക്ലാസ്സസ് ആണ് B1 തൊട്ടുള്ള കാര്യങ്ങൾ, A3 തൊട്ടുള്ള സംഭവങ്ങൾ. പക്ഷേ A1ഉം A2 എന്താണ്, വിത്തൗട്ട് ക്ലാസ്സസ് വായിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ആ തരത്തിലുള്ള ജോലികൾ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആദ്യമേ ശ്രദ്ധിച്ചോളുക. ഇത് നിങ്ങളുടെ അനലൈസിങ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെയെങ്കിലും മിനിമം നിങ്ങൾ വായിക്കണം. ഈ പച്ചയും കഴിഞ്ഞ് ചുവപ്പ് ബാർ കൊടുക്കുന്ന ഈ ഒരു സ്ഥലം വരെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓൾറെഡി പാസ്സായി എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വിഷൻ ടെസ്റ്റിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് അത്. ആ വിഷൻ എന്ത് ചെയ്യും, ഓരോ പോസ്റ്റിനും ഡിഫറൻ്റ് ആണ്. 6/6 ഉള്ളതാണ് ലോക്കോ പൈലറ്റ്, 6/9 ഉള്ളതാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ് പോലെയുള്ള ജോലികൾ. അപ്പോൾ അതെല്ലാം ഓരോന്നിനും പ്രത്യേക പവറുകളുണ്ട്. ആ പവറുകൾ നമ്മൾ ക്വാളിഫൈ ആയേ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത് വരുന്ന മെയിൻ ടെസ്റ്റ് നിങ്ങളുടെ കണ്ണിൻ്റെ വിഷൻ അളക്കുന്ന ഒരു ടെസ്റ്റാണ്, അത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ബൈനോക്കുലർ ടെസ്റ്റ്. നിങ്ങൾക്ക് പലരിലും ചിലർക്ക് എന്തുണ്ടാവാം, നമ്മുടെ സ്കിൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ, നമ്മുടെ കോങ്കണ്ണ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം നമ്മുടെ കോങ്കണ്ണ് കൃത്യമായി കോങ്കണ്ണുള്ളവരെ അവർ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളൊരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഓക്കെ ആണ്, കണ്ണ് വായിക്കുന്നു, നിങ്ങൾ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റിൽ പാസ്സായി വിഷൻ ടെസ്റ്റിലൊക്കെ പാസ് ആവുന്നെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആവും. അല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾ സ്കിൻ ഐസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റി തെറ്റിപ്പോവുകയാണെങ്കിൽ വിഷൻ ടെസ്റ്റിൽ നിങ്ങൾ ഫെയിൽ ആവുക തന്നെ ചെയ്യും. പക്ഷേ സ്കിൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് വായിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ബൈനോക്കുലർ ടെസ്റ്റ് ഉണ്ട്. ബൈനോക്കുലർ ടെസ്റ്റിലെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, ഐ റൊട്ടേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഐ റൊട്ടേഷൻ ഒരു പെന്ന് കൊണ്ടിട്ട് നമ്മുടെ ഐ റൊട്ടേഷൻ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാണ്ട് ഈ ഒരു പറയുന്ന ഇത് കണ്ടോ, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ സിയുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് ഏത് ഭാഗത്തോട്ടാണെന്ന് അവർ ചോദിക്കും. നിങ്ങളവിടെ ചെക്ക് ചെയ്തിട്ട് മുകളിലോട്ടാണോ താഴോട്ടാണോ സൈഡിലോട്ടാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കും. അപ്പോൾ ആ ഓപ്പണിംഗ് നമ്മൾ കാണണമെങ്കിൽ നമുക്ക് അത്രത്തോളം കണ്ണിന് പവർ ഉണ്ടായിരിക്കണം. നമ്മുടെ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാ റൊട്ടേഷനിലും നമ്മുടെ ഐ മൂവ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കിയാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെസ്റ്റാണ് ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളടുത്ത് ഏത് സൈഡിലേക്കാണ് സിയുടെ വാ തുറന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം, ഓപ്പണിംഗ് ഏത് സൈഡിലോട്ടാണെന്ന കാര്യം അവർ ചോദിക്കും. അതാണ് ബൈനോക്കുലർ ടെസ്റ്റ്. ഇതിൻ്റെ കൂടെയാണ് ഒരു റീഡിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ എന്തുണ്ട്, കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ തിരിച്ചറിയാൻ പറ്റാതെ ഉണ്ടോ
ഇപ്പോൾ ഇതിനകത്ത് 7 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ആ നമ്പർ പറയാൻ പറയും. ഒരു ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റിൽ ഈ കളർ ബ്ലൈൻഡ്നെസ്സിന് അവർ പറയുന്ന പേജിൽ വായിക്കാൻ പറയും. ഇവിടെ എന്തുണ്ട്? 13 ഉണ്ട്, ഇവിടെ 16 ഉണ്ട്, ഇതിൻ്റെ അകത്ത് 9 ഉണ്ട്, ഇതിൻ്റെ അകത്ത് 12 ഉണ്ട്, ഇതിൻ്റെ അകത്ത് 8 ഉണ്ട്. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. ആ ഒരു സംഭവമാണ് എന്ത് ശരിക്കും പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഐ ടെസ്റ്റുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ബൈനോക്കുലർ ടെസ്റ്റ് ഉണ്ട്, വിഷൻ ടെസ്റ്റ് ഉണ്ട്, സ്നെൽ സ്റ്റാർ ടെസ്റ്റ് ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഉണ്ട്. ഒപ്പം എന്തുണ്ട്? നമ്മുടെ റീഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് വായിക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ എന്താണ് നിങ്ങളുടെ ഐക്ക് പറ്റുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ടെസ്റ്റാണ് അതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇനി വരാൻ പോകുന്ന മെയിൻ എക്സാമിനേഷൻ NTPCയും അതുപോലെ ഗ്രൂപ്പ് ഡി ആണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. A2 എന്ന് പറയുന്നത്, A2 എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ഗ്ലാസസ് ആണ് അല്ലേ. ഗ്ലാസ് ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യണം. 6/9 വിഷൻ എങ്കിലും നമുക്ക് വേണം. 6/9 വേണം എന്നുള്ള ഏതൊക്കെയാണ്? ട്രാഫിക് അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഗുഡ്സ് ഗാർഡ്, ഗുഡ്സ് ട്രെയിൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ഗാർഡിനൊക്കെ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? 6/9 വിഷൻ വിത്തൗട്ട് ഗ്ലാസസ് വേണം എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ കണ്ടറിയാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ കാറ്റഗറൈസേഷൻ. A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, B1, B2, C1, C2. ഇത് കണ്ടോ? എക്സലന്റ് ഹെൽത്ത് വിത്ത് നോ ലിമിറ്റേഷൻ ആണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ A1 കാൻഡിഡേറ്റ്സിൽ. കാരണം അതെന്താണ്? സേഫ്റ്റി ക്രിട്ടിക്കൽ റോൾസ് ആണ്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു റോളിന് കൊടുത്തിരിക്കുന്നത്, ലോക്കോ പൈലറ്റിന്റെ റോളിന് കൊടുത്തിരിക്കുന്നത്. കാരണം ട്രെയിൻ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അത്രയും പാസഞ്ചേഴ്സിന്റെ ലൈഫാണ് ആ പുള്ളിയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും ഐ മൂവ്മെന്റ്, അത്രയും നമ്മുടെ കാഴ്ചശക്തി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ആർക്കെന്ന് പറയുന്നത്? A1 കാൻഡിഡേറ്റ്സിനെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഗുഡ് ഹെൽത്ത് വിത്ത് മൈനർ ലിമിറ്റേഷൻ, കുറച്ച് ലിമിറ്റേഷൻ ആണ് A2 പറയുന്നത്. കാരണം അതെന്താണ്? സേഫ്റ്റി സെൻസിറ്റീവ് റോൾസ് ആണ്. സേഫ്റ്റി സെൻസിറ്റീവ് റോൾസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ വർക്ക്സും അങ്ങനത്തെ ഡീലപ്സും ആണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന A2 കാൻഡിഡേറ്റ്സ്. അതായത് ആരൊക്കെയാണ്? ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ. അവർക്ക് ചെയ്യേണ്ട ചില കർത്തവ്യമുണ്ട്. അത് കൃത്യമായി സേഫ്റ്റി സെൻസിറ്റീവ് ആണ്. അത് കൃത്യമായി തന്നെ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് A3 കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഗുഡ് ഹെൽത്ത് വിത്ത് മോഡറേറ്റ് ലിമിറ്റേഷൻ ആണ്. നോൺ സേഫ്റ്റി സെൻസിറ്റീവ് ആണ്. ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളല്ല അവർ ഡീൽ ചെയ്യുന്നത്. അവരെന്താണ്? ട്രെയിൻസ് ക്ലർക്കാണ്. ആവശ്യത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നോർമലി ഒരു ഐ വിഷൻ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ എന്താണ് വരുന്നത്? A3 കാൻഡിഡേറ്റ്സിനും 6/9 ആണ്. പക്ഷെ എന്ത് ചെയ്യാം? വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് അല്ലേ. 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഗ്ലാസസ് ഉള്ളവർക്കും എന്ത് ചെയ്യാം? ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ്. പിന്നെ B1 കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ഫോർ ജോബ്സ് ഇൻവോൾവിംഗ് ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള ജോബുകളെയാണ് B1 കാൻഡിഡേറ്റ്സിൽ പറയുന്നത്. അങ്ങനെ ഒരു ഇത് NTPCനകത്ത് ഇല്ല കേട്ടോ. NTPCക്കകത്ത് B1 കാറ്റഗറി ഇല്ല. ഗ്രൂപ്പ് ഡിക്കകത്ത് എന്തുണ്ട്? പക്ഷേ B1 കാറ്റഗറി ഉണ്ട്. ഇതെന്താണ്? ഒരു ഫിറ്റ്നസ് ഫോർ ജോബ്സ് ഇൻവോൾവിംഗ് ഫിസിക്കൽ സ്ട്രെയിൻ, കുറച്ച് ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള ജോബുകളാണ് B1 കാറ്റഗറിയിൽ വരുന്നത്. മോഡറേറ്റ് സ്ട്രെയിൻ റോൾസ് ആണ്. അത്യാവശ്യം സ്ട്രെയിൻ ഉള്ള, കുറച്ച് നിൽക്കാനും കുറേ നേരം എന്താണ് ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ എബിലിറ്റി ഉള്ള ടെസ്റ്റ് ആണ് ഏതെന്ന് B1 കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് B2 ആണെങ്കിൽ ഫിറ്റ്നസ് ഫോർ ലെസ് സ്ട്രെനസ് റൂൾസ്. B2 ആണ്, പക്ഷെ എന്താണ്? ലെസ് സ്ട്രെനസ്, കുറച്ച് എന്താണ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഫിസിക്കലി വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ലൈറ്റ് സ്ട്രെയിൻ റോൾസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് C1 C2 എന്താണ്? കംപ്ലീറ്റ്ലി നമ്മൾ പറഞ്ഞു 6/11 6/12 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതെന്താണ്? ജോബ്സ് വിത്ത് ഡെസ്ക് വർക്ക് ഒരു മിനിമൽ ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു മിനിമൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ക്ലറിക്കൽ ജോലികളാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ C1 C2 കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. B2 വരുന്ന സ്ട്രെനസ് റോൾസ് ഏതൊക്കെയാണ് നോക്കിയാൽ? കൊമേഴ്ഷ്യൽ അപ്രന്റീസ്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഇങ്ങനെ ടിക്കറ്റ് ക്ലർക്കിന് തന്നെ ബാക്കിയുള്ള എന്താണ് കാറ്റഗറൈസേഷൻ ആണ് അതിൽ വരുന്നത്. എന്താണ്? ടിക്കറ്റ് സൂപ്പർവൈസർ പോലെയുള്ള സംഭവങ്ങളാണ് B2. അതെന്താണ്? ലൈറ്റ് സ്ട്രെയിൻ റൂൾസ് ആണ്. ഒരുപാട് എന്ത് ചെയ്യേണ്ട? അവർ ഓടി നടന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം B1 എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഓടി നടന്ന് പണിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് മറ്റേതാകുമ്പോൾ എന്താണ്? B2 ആകുമ്പോൾ കുറച്ച് ഫിറ്റ്നസ് കുറച്ചുള്ളവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി വരുന്നത് ഇവിടെ C2 ആണ്. C2 എന്ന് പറഞ്ഞാൽ തീരെ എന്താണ്? ലിമിറ്റഡ് മൊബിലിറ്റി ഒരു സെഡൻഡറി വർക്കാണ്. സെഡൻഡറി വർക്ക് എന്ന് പറഞ്ഞാൽ ഓഫീസ് വർക്ക് മാത്രമാണ് വരുന്നത്. അതെന്താണ്? ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റ് ജോലികളും ടൈം കീപ്പർ ജോലികളും അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ടൈം കീപ്പർ, ഇങ്ങനത്തെ ടൈപ്പിസ്റ്റ്, അക്കൗണ്ട് ക്ലറിക്കൽ ജോബുകളാണ് ഏതിൽ വരുന്നത്? C2 കാൻഡിഡേറ്റ്സിൽ വരുന്നത്. അപ്പോൾ അത്രയാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഓരോ സെക്ഷനിങ്ങിനും ഇത്രയെന്ന് പറഞ്ഞ് റെയിൽവേ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അനലൈസ് ചെയ്താൽ മതി. ഇനി വരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിൽ വരുന്ന മെയിനായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നിങ്ങൾക്ക് അറിയാം ആകെ ഇത്ര ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് ആര് വിളിക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ
നോട്ടിഫിക്കേഷൻ വിളിക്കാറുള്ളത്? അതെന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, സ്റ്റോറിലേക്ക് വിളിക്കാറുണ്ട്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കാറുണ്ട്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാറുണ്ട്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് നോർമലി അവർ എന്ത് ചെയ്യാറുള്ളത്, ക്ഷണിക്കാറുള്ളത് അല്ലേ, അവരുടെ കാൻഡിഡേറ്റ്സിന് ക്ഷണിക്കാറുള്ളത് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ്, സ്റ്റോർ, ഇലക്ട്രിക്കൽ, ട്രാഫിക് ആൻഡ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ. ഓക്കെ, ഇത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ കാറ്റഗറൈസേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതലും വരുന്ന ഏതിനാണ്, വിത്ത് ഓർ വിത്തൗട്ട് ക്ലാസ്സസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ആകെ ഈ പറയുന്ന ഏതാണ്, നമ്മുടെ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ട്രാഫിക്കിൽ വരുന്ന ഈ ഒരു ജോലിയാണ് അത്യാവശ്യം A2 കാറ്റഗറൈസേഷൻ വരുന്ന. ഗ്രൂപ്പ് ഡിയിൽ ഒരേ ഒരു എന്ത് വരുന്നത്, A2, അതായത് നിങ്ങൾക്ക് കണ്ണാടി വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരേ ഒരു ജോലി ഏതാണ്, പോയിന്റ്സ്മാൻ ആണ്. ട്രാഫിക്കിൽ വരുന്ന ജോലിയാണ്, അതിന് A2 കാറ്റഗറിയാണ്. ബാക്കി എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം. പിന്നെ ഈ അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് വരുന്ന A3 പോസ്റ്റാണ്. അതും എന്താണ്, അത്യാവശ്യം 6/9 വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികളാണ്. ഈ പറയുന്ന B1 ഒക്കെ എന്താണ്, അസിസ്റ്റന്റ് TRD എന്നൊക്കെ പറയുന്ന ജോബികൾ, ഇതൊക്കെ നമുക്ക് എന്താണ് അത്യാവശ്യം ചെയ്യേണ്ട ജോലികളാണ് കേട്ടോ. അതായത് ഫിസിക്കലി സ്ട്രെയിൻ ഉള്ള ജോലിയാണ്. B1 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, C&W, ഇതൊക്കെ എന്താണ് നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ മെയിൻ്റനൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, വർക്ക്ഷോപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇറങ്ങി നടന്ന് ഫിസിക്കലി അവർ സ്ട്രെന്നസ് ആയിട്ടുള്ള വർക്ക് ചെയ്യേണ്ടതായതുകൊണ്ടാണ് B1 കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. ലോക്കോ ഷെഡ്, ഡീസൽ മാറ്റുക, ഇലക്ട്രിക്കലി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അതുപോലെ അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ ചെയ്യുക. ഇതൊക്കെ B1 കാറ്റഗറി വരാൻ കാരണം എന്താണ്, അവരെല്ലാം ട്രാക്ക് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക്സോ നമ്മുടെ റെയിൽവേ പാളത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഡിയിൽ ഇങ്ങനത്തെ പോസ്റ്റുകളാണ് വരാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള RRB ഗ്രൂപ്പ് ഡി പോസ്റ്റ് വൈസ് വാക്കൻസി എടുത്ത് നോക്കിയാലും ടോട്ടൽ വാക്കൻസി 32,438 വാക്കൻസി വിളിച്ചത് ആകെ ഇത്ര ഡിപ്പാർട്ട്മെന്റ്സിലാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. മെഡിക്കലിൽ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ഇല്ലായിരുന്നു, സ്റ്റോറിലും എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോൾ വിളിച്ചിട്ടില്ല. മെഡിക്കലും ഇല്ലായിരുന്നു, സ്റ്റോറിലും ഇപ്പം എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസി വിളിച്ചിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി കൂടുമെന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും വരുമ്പോൾ നമുക്കറിയാം. എന്തായാലും 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ തരത്തിലുള്ള പോസ്റ്റുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാവർക്കും അപ്ലൈ ചെയ്യാനും പറ്റുമായിരിക്കും. എന്തായാലും ട്രാഫിക് എന്ന് പറഞ്ഞാൽ പോയിന്റ്സ്മാൻ B, ഇതാണ് നമ്മൾ 5058 വാക്കൻസി. ഇതിനാണ് എന്ത് വേണ്ടത്, A2 കാറ്റഗറി വേണ്ടത് കേട്ടോ ട്രാഫിക്കിന്. അതുകൊണ്ടാണ് ആദ്യം തന്നെ എടുത്ത് പറയുന്നത് 5058 വാക്കൻസിയാണ് അതിൽ പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് 13,187, 13,000+ വാക്കൻസി വിളിച്ചിട്ടുള്ളത് എന്തിനാണ്, ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് 4 എന്ന് പറയുന്ന എഞ്ചിനീയറിംഗിൽ വരുന്ന പോസ്റ്റാണ് കേട്ടോ. എഞ്ചിനീയറിംഗിൽ വരുന്ന പോസ്റ്റാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് വെച്ച് ITA വേണോ എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ അല്ല പറയുന്നത്. ഈവൻ ദോ ഇതെല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ എന്താണ് പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ജോലി അതനുസരിച്ച് വെക്കുക. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡും നിങ്ങളുടെ വാക്കൻസിയും എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ അറിയാം എന്തായാലും 23-ന് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും അത് അതിൻ്റെതായ സമയത്ത് നടക്കട്ടെ. എന്തായാലും നമുക്കുള്ളത് ട്രാക്ക് മെയിൻ്റെനർ ഗ്രേഡ് 4 13,187 വാക്കൻസിയാണ്. എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. ഇതിനെന്താണ് B1 കാറ്റഗറി ആണോ അതോ B1 കാറ്റഗറി ആണെന്നാണ് ട്രാക്ക് മെയിൻ്റെനർ ഗ്രേഡ് 4. അത് B1 കാറ്റഗറിയാണ്. അതായത് സ്റ്റെനസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ് ആയിട്ടുള്ള B1 കാറ്റഗറിക്കാണ്. അതായത് ഫിസിക്കലി അത്യാവശ്യം വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ട്രാക്കിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന, ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ, ആ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ട്രാക്കിന് എന്തെങ്കിലും അതിൻ്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് തിങ് ആണ് ട്രാക്ക് മെയിൻ്റെനർ ഗ്രേഡ് 4 എഞ്ചിനീയറിംഗിൽ വരുന്നത്. പിന്നെ വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത് 3077 വാക്കൻസി അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്ക് എന്ന് പറയുന്ന മെക്കാനിക്കലിൽ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പിലാണ്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ C1 കാറ്റഗറിയാണ്. C1 എന്ന് പറഞ്ഞാൽ സെഡൻഡറി വർക്കാണ്, ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ പോലെയാണ്. അതും അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പോസ്റ്റുകൾ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പോസ്റ്റുകളായിരിക്കും. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിഷൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വാക്കൻസി വന്നതനുസരിച്ച്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്
സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന് 2012 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. കാരണം അത്യാവശ്യം ഫീമെയിൽ റോൾസിന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അസിസ്റ്റന്റ് സിഗ്നൽ. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സെഡൻഡറി വർക്ക്സ് ആയിട്ടുള്ള ഇതിലേതെങ്കിലും വരുന്ന ഏതിലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ആവാവുന്നതാണ് കേട്ടോ. ആ ഒരു കാര്യം ചെയ്യുക. അല്ലെങ്കിൽ ട്രാഫിക്കിൽ തന്നെ പോയിന്റ്സ്മാൻ കുറച്ച് പാടായിട്ടുള്ള ഗേറ്റ് കീപ്പർ പോലെ നിൽക്കുന്ന, ഗേറ്റ് ക്ലോസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് ചെയ്യാനായിട്ട്. അങ്ങനത്തെ പോസ്റ്റുകൾ, നല്ല പോസ്റ്റുകൾ നോക്കി വെച്ചാൽ അത്രയും നമുക്ക് എന്താണ് എളുപ്പമാണ്. എന്തായാലും നമുക്കിനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വിഷൻ ടെസ്റ്റും ഫുൾ ബോഡി ചെക്കപ്പും പിന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനുള്ള ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഹെർണിയ പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി അവർ ചെക്ക് ചെയ്യാറുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറച്ചു വെക്കാൻ പറ്റാത്ത കാര്യമാണ്. അവരെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും എന്തെങ്കിലും ഇങ്ങനത്തെ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിച്ച് അത് ശരിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ലേസിക് സർജറി ശരിക്കും പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. ലേസിക് സർജറിക്കാരെ എടുക്കില്ല. പക്ഷേ ഒരു 6 monthsോ ഒരു 1 year ഡ്യൂറേഷനോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു 6 monthsന്റെ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പാസ്സാക്കി വിടാറുണ്ട് കേട്ടോ. അതായത് അത് അവർക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പോലും അവർ ഓക്കെ ആക്കി വിടാറുണ്ട്. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്താൽ അത് നിങ്ങളൊന്നും അവർ മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വിഷൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയാൽ മാത്രമേ അവർ ഓക്കെ ആയിട്ട് വിടുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നേരത്തെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത്രയും തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. റെയിൽവേയുടെ എല്ലാ പ്രൊസീജിയറും സെയിം ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. മെഡിക്കൽ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.